ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഫിസിക്സ്, ബയോളജി ഈ രണ്ട് വിഷയത്തിൻ്റെയും സെറ്റ് എ ചോദ്യപേപ്പർ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ സെറ്റ് എ ചോദ്യപേപ്പറാണ്. സോ നല്ല രീതിയിൽ ടോപ്പിക് എല്ലാം നന്നായി പഠിച്ചു കഴിഞ്ഞ് കാണും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് സമയം എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ചിലവാക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ചോദ്യം വരുന്ന രീതി, അതിൽ ഉത്തരം എഴുതേണ്ട ഒരു രീതി, ആ ഒരു പ്രോസസ്സ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ടോപ്പിക്ക് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇനിയായാലും എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നോക്കാമല്ലോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എ ഗ്യാസ് ഹാവിങ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atmospheric pressure will compress to 11 liters at 4 atmospheric pressure. ഒരു അസേർഷനാണ് പറയുന്നത്. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 44 ലിറ്റർ, ഒരു ATM പ്രഷറിൽ ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 44 ലിറ്റർ ആണ് എങ്കിൽ നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുന്നു. എത്ര ATMലോട്ട്? 4 ATM പ്രഷറിലോട്ട്. എത്രയിലോട്ട്? 4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലോട്ട് നമ്മൾ മാറ്റിയാൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 11 ലിറ്റർ ആകും. ഇതാണ് അസേർഷൻ. റീസൺ പറയുന്നത് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1 V1 എന്ന് പറയുന്നത് P2 V2 ഈക്വൽ ആവുമെന്നാണ്. അതെ, ഇവിടെ നോക്കിയേ, ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് കൂടിയപ്പോൾ വോളിയം എന്ന് പറഞ്ഞത് അതിനാനുപാതികമായിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ P1 V1 എന്ന് പറയുന്നത് P2 V2 ഈക്വൽ ആകണ്ടേ? ആലോചിച്ച് നോക്കിയേ, ഇവിടെ 1 × 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44, 11 × 44 എന്ന് പറഞ്ഞാൽ 44. അപ്പോൾ രണ്ട് ഈക്വൽ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ അസേർഷൻ റീസണും നമുക്ക് അക്കോർഡിംഗ് ടു ദ ബോയിൽസ് ലോ ശരിയാണ്. സോ എ ആണ് കറക്റ്റ് ഉത്തരം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ ബോയിൽസ് ലോ എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 24. ഓക്കെ, അറ്റോമിക് നമ്പർ എത്രയാണ്? 24 ആണ്. ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ഈസ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു എലമെന്റ് ഉണ്ട്, അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് 4 തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ശരിയായത് ഏതാണ് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 3d4 4s2. പഠിപ്പിച്ച സമയത്തെ ഞാൻ പറഞ്ഞു 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളം പണിയാണ്. ഇതാരാണ്? ഇത് ക്രോമിയമാണ് അല്ലേ? ക്രോമിയം എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യും? പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലിൻ്റെ കേസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇവിടെ 3d4 4s2 അല്ല, ഇവിടെ എന്താ വരേണ്ടത്? 3d5 4s1 വരണം. കാരണം ഡിയിൽ കൊള്ളുന്ന 10, സോ 5 എന്ന് പറയുന്നത് പാർഷ്യലി ഫിൽഡ്. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്രം ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ഫില്ലിങ്ങിൽ ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2, ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്ഷെൽ. അത് ശരിയാണ്. 3, ദ എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എൽ എന്ന് പറയുന്നത് ഇവിടെ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ n-1 എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 - 1 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ് വരേണ്ടത് അല്ലേ? എല്ലിൻ്റെ വാല്യൂ എത്രയാണ് വരേണ്ടത്? 3 ആണ്. ഇവിടെ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വേറെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1. അത് മാത്രമല്ല ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തേക്കുന്നത് ഡിയിലാണ്. ഡിയുടെ എൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മൊത്തം എൽ വാല്യൂ ആണ് ഞാൻ എടുത്തത് 3 ആണെന്ന് വെച്ചാൽ 0 1 2. അപ്പോൾ എൽ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത ഡിയുടെ അത് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. 4, ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. അതായത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഉള്ള സബ്ഷെൽ, അതായത് ഡി സബ്ഷെൽ. ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പറയാം 2ഉം 3ഉം 4ഉം ആണ് ശരി. ചോദിച്ചിട്ടുള്ളത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് ദീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ദീസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കറക്റ്റ് ഏതാണ്? 2ഉം 4ഉം ആണ് കറക്റ്റ് അല്ലേ? അപ്പോൾ ഏതാ? 2 and 4 ആർ കറക്റ്റ്, 1 and 3 ആർ നോട്ട് കറക്റ്റ്. ഉള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഇതാണ് ശരി. സോ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസിഡിക് സോൾട്ട്. തന്നിട്ടുള്ളതിൽ അസിഡിക് ആയ സോൾട്ട് ഏതെന്നാണ്. അപ്പോൾ നമുക്കറിയാം അസിഡിക് സോൾട്ട് എന്ന് വെച്ചാൽ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേർന്നിട്ടാണ്. ഇവിടെ എല്ലായിടത്തും ആസിഡുകൾ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ഇവിടെ ഒരിടത്ത് വീക്ക് ഉണ്ടെങ്കിലും സാരമില്ല, നമുക്ക് സ്ട്രോങ് ആസിഡുള്ള കേസ് എടുത്താൽ മതി. അപ്പോൾ ബി അല്ല, ഇത് മൂന്നിൽ ഏതോ ഒന്നാണ്. അവിടെ NaCl-ഉം K2SO4-ലും
AeCl എന്ന് പറഞ്ഞാൽ HCl-ൻ്റെതാണ്, ഈ SO4 എന്ന് പറഞ്ഞാൽ H2SO4-ൻ്റെ ആണ്. പക്ഷേ ഇവിടെ Na എന്ന് പറയുമ്പോൾ NaOH എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷേ അത് സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സോൾട്ട് ന്യൂട്രൽ ആയിരിക്കും. ഇവിടെയും ന്യൂട്രൽ ആയിരിക്കും, കാരണം പൊട്ടാസ്യം സോൾട്ട്, പൊട്ടാസ്യത്തിൻ്റെ ഈ പറയുന്ന ഏത് ബേസ് ആയാലും അത് സ്ട്രോങ് ആണ്. പക്ഷേ NH4Cl എന്ന് പറയുന്നതിൽ NH4 എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ സെയിം ചോദ്യവും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് വയ്ക്കണം. കുറച്ച് ആരൊക്കെയാണ് വീക്ക്, ആരൊക്കെയാണ് സ്ട്രോങ് എന്നല്ല നമുക്ക് കാണാതെ നമുക്ക് എല്ലാവരും ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ചോദ്യം പ്രാക്ടീസ് ചെയ്തേ ഇത് അറിയാൻ പറ്റുള്ളൂ. സോ C ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. കാരണം ഇവിടെ ഈ NH4 എന്ന് പറയുന്ന വീക്കും HCl എന്ന് പറയുന്ന സ്ട്രോങ്ങും. അപ്പോൾ ഇപ്പോൾ സോൾട്ട് എന്തായിരിക്കും? ഈ പറഞ്ഞ അസിഡിക് സോൾട്ടായിട്ട് മാറും, അല്ലെ? അസിഡിക് സോൾട്ടായിട്ട് മാറും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിനകത്തുള്ള ലെറ്റസ് ആസസ് ഭാഗവും ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സാമ്പിൾസും ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറയുമായിരുന്നു, എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങളെങ്കിലും മിനിമം പഠിച്ചിട്ട് വേണം കെമിസ്ട്രി പരീക്ഷയ്ക്ക് പോകാൻ. അല്ലാതെ കെമിസ്ട്രി ഒരിക്കലും നിങ്ങൾക്ക് ഈസി ആവാൻ പോകുന്നില്ല. ഓക്കെ, 4ാമത്തെ ചോദ്യം എന്താണ്? ഓറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ദ ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ, ഇംപ്യൂരിറ്റിയെ നമ്മൾ പുറത്താക്കും. എന്തുവാണത്? അത് ലെവിഗേഷനാണ്, അല്ലേ? ലെവിഗേഷനാണ്. ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററും ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററും ഇംപ്യൂരിറ്റി ഹാർഡും ആയി കഴിഞ്ഞാൽ നമ്മൾ പതപ്പിച്ച് പുറത്താക്കും, അല്ലേ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മാഗ്നറ്റിക് നേച്ചർ ഓഫ് ദ ഓർ ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ X എന്ന് പറയുന്നത് 6, X എന്ന് പറയുന്നത് 6. അടുത്ത് Y എന്ന് പറയുന്നത് P, Y എന്ന് പറയുന്നത് P, Z എന്ന് പറയുന്നത് Q. സോ കറക്റ്റ് ഉത്തരം ഏതാണ്? D ആണ്. കേട്ടോ, ചോദ്യ പേപ്പറിൽ സമയം കളയാനായിട്ടുള്ള വഴികളാണ് ഈ രീതിയിൽ ചോദ്യങ്ങൾ തരിക എന്നുള്ളത്. അപ്പോൾ ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം മാക്സിമം വേസ്റ്റ് ആക്കി നിങ്ങളുടെ പരീക്ഷ പാടാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റുകളെങ്കിലും മിനിമം ക്ലിയർ ആയിട്ട് പഠിച്ചാലേ, അല്ലേ? കാരണം ആലോചിച്ച് നോക്കി, പഠിച്ചൊരാൾക്ക് പോലും സമയം ചുമ്മാ പോകുമ്പോൾ പഠിക്കാതെയും കൂടി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. സോ ഈ വർഷം മുതൽ പരീക്ഷകൾ പാടാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫിസിക്സ് ചെയ്ത ചോദ്യ പേപ്പർ ഈസി ആയിരുന്നു, ബയോളജിയും കമ്പാരിറ്റീവ്ലി സെറ്റ് ഈസി ആയിരുന്നു. പക്ഷേ കെമിസ്ട്രിയുടെ സെറ്റ് ഈസി ആണെന്ന് ചോദിച്ചാൽ ഈസിയാണ്, പക്ഷേ സമയം ചുമ്മാതെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇതുവരെ ഉള്ളത് നോക്കി. അടുത്ത 5ാമത്തെ ചോദ്യം. എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഈസ് ഗിവൺ. 2NO plus O2 gives 2NO2 plus heat. Write any two changes that should be made in the concentration and pressure to increase the amount of nitrogen dioxide in the chemical reaction. അപ്പോൾ കോൺസെൻട്രേഷനിലും പ്രഷറിലും വ്യത്യാസം വരുത്തിക്കൊണ്ട് നൈട്രോജൻ ഡയോക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലേഷാർഡിലെ പ്രിൻസിപ്പിളിൻ്റെ ഇക്വിലിബ്രിയം അനുസരിച്ച് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തെ ക്യാൻസൽ ചെയ്യാനായിട്ട് സിസ്റ്റം ശ്രമിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ അറേഞ്ച് ചെയ്തുകൊണ്ട് നൈട്രോജൻ പ്രൊഡക്ഷൻ കൂട്ടണം. അതായത് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡും ഓക്സിജനും, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രോജൻ ഡയോക്സൈഡ്. കോൺസെൻട്രേഷൻ കൂട്ടണം. നമുക്കിവിടെ അറിയാം, ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2+1 3 മോള് റിയാക്റ്റൻ്റ് ചേർന്നിട്ട് 2 മോള് പ്രോഡക്റ്റാണ് ഉണ്ടാകുന്നത്. 3 മോള് റിയാക്റ്റൻ്റ് ചേർന്ന് 2 മോള് പ്രോഡക്റ്റാണ് ഉണ്ടാകും. പ്രോഡക്റ്റിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ മതി. അപ്പോൾ 1ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിമൂവ് ദ പ്രോഡക്റ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും എന്ത് പറ്റും? ഇവിടുത്തെ അളവ് കുറയും, അപ്പോൾ നോർമലി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഇവിടുത്തെ അളവ് കൂട്ടിയാലും നോർമലി എന്ത് ചെയ്യും? ബാലൻസ് ആണ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ കോൺസെൻട്രേഷൻ അറേഞ്ച് ചെയ്ത് പ്രോഡക്റ്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂട്ടുക, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യുക. 2 എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത പ്രഷർ ചേഞ്ച് നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ 3 മോള്, ഇവിടെ 2 മോള്. അപ്പോൾ മോൾ ചേഞ്ച് ഉണ്ട്. മോളിൽ ചേഞ്ച് ഇല്ലെങ്കിൽ പ്രഷറിന് അവിടെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ള അറിയാമല്ലോ. അപ്പോൾ പ്രഷർ മാറ്റാനായിട്ട് അല്ലെങ്കിൽ പ്രഷറിനെ ചേഞ്ച് ചെയ്ത് പ്രോഡക്റ്റ് കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? പ്രഷറിന് നിങ്ങൾ കൂട്ടിയാൽ മതി. കാരണം ആലോചിച്ച് നോക്കി, പ്രഷർ കൂട്ടുന്ന സമയത്ത് പ്രഷർ കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കുന്ന ഏത് റിയാക്ഷനിലാണ്? ഫോർവേഡ് റിയാക്ഷനിലാണ്, അല്ലേ? അപ്പോൾ പ്രഷർ കൂട്ടിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഉത്തരം. ഒന്ന് എന്താണ്? റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂട്ടുക, പ്രഷർ കൂട്ടുക. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ അളവ് ഇവിടെ കൂടും, ഫോർവേഡ് റിയാക്ഷൻ്റെ അളവ് കൂടും. ഓക്കെ, അടുത്ത് 6ാമത്തെ ചോദ്യം. എ പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രോജൻ മോളിക്യൂൾ. ഒരു പ്രൊപ്പൈൻ PROPYN ട്രിപ്പിൾ ബോണ്ട്, അല്ലേ? അത് ആരോട്ട് റിയാക്ട് ചെയ്തതാണ്? ഹൈഡ്രോജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ IUPAC നെയിം എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രൊപ്പൈനാണ്. അപ്പോൾ മെത്ത് എത്ത് പ്രൊപ്പ് YNE ആണ്. അപ്പോൾ ഒരിടത്ത് എന്തുണ്ടാകണം? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകണം. പിന്നെ ഇവിടെ എന്തുണ്ടാകും? ഒരു ഹൈഡ്രോജനും കാണും. അങ്ങനെയല്ലേ കാണത്തുള്ളൂ. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഹൈഡ്രോജൻ 3 എണ്ണം അല്ലേ? ഇതായിരിക്കും അതിൻ്റെ അളവ്. ഇത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്? ഹൈഡ്രോജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. എന്ത് പറ്റും? ബോണ്ട് ബ്രേക്ക് ആവും അല്ലേ? ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ആവും. എന്ത് സംഭവിക്കും? ഈ പറയുന്ന C ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആവും അല്ലേ? അപ്പോൾ CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട് എന്താണ്? CH3 ആയിട്ട് മാറും. ആദ്യം ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ആദ്യം ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ആ ട്രിപ്പിൾ ബോണ്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട് ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഉണ്ടാവുന്ന പ്രോഡക്റ്റ്. IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ് എന്താണ്? മെത്ത് എത്ത് പ്രൊപ്പ് പ്രൊപ്പെയിൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഉത്തരം അതല്ലേ? പ്രൊപ്പെയിൻ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊപ്പെയിൻ. അടുത്ത ചോദ്യം ഓർ ചോദ്യമാണ്. ഞാൻ ഓർ ചോദ്യം കൂടി പറഞ്ഞു പോകാം. ഈഥെയിൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഈഥെയിൻ മെത്ത് എത്ത്, അപ്പോൾ ഈഥെയിൻ ANE, അപ്പോൾ സിംഗിൾ ബോണ്ടാണ്. റിയാക്ട് ചെയ്യുന്നു ക്ലോറിനുമായിട്ട്, ക്ലോറോ ഈഥെയിൻ ഉണ്ടാകും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ? എന്ത് പറ്റും? ഒരാളെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, നമുക്കറിയാം. IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ് എന്തായിരിക്കും? ക്ലോറോ ഈഥെയിൻ ആയിരിക്കും അല്ലേ? എന്തായിരിക്കും? ക്ലോറോ ഈഥെയിൻ ആയിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ഹൈഡ്രോജൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ക്ലോറിൻ വരും. ആദ്യ ടേമിൽ പഠിച്ച ടോപ്പിക്കാണ്, രണ്ടാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? സിമ്പിൾ ടോപ്പിക്കാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 7ാമത്തെ ചോദ്യം. സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫോർ സം ടൈംസ്. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ സിങ്ക് റോഡ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്തുവാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ CuSO4 സൊല്യൂഷൻ ആക്കുമ്പോൾ Cu2+ SO4 2- ഇതിലേക്ക് നമ്മൾ ആരെ കൊണ്ട് വയ്ക്കുകയാണ്? സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ അറിയാം, കോപ്പറിനെ ആര് റീപ്ലേസ് ചെയ്യും? സിങ്ക് റീപ്ലേസ് ചെയ്യും. ഈ കോപ്പർ എന്ത് പറ്റും? റെഡ്യൂസ് ആയിട്ട് സിങ്കിൻ്റെ സർഫസിൽ വന്നിരിക്കും. അപ്പോൾ വാട്ട് ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ സർഫസ് ഓഫ് ദ സിങ്ക് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോപ്പർ അല്ലെ? കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കാണാനായിട്ട് പറ്റും അല്ലെ? കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കാണാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് ദ ബ്ലൂ കളർ? സിമ്പിൾസ് ചോദ്യം അല്ലെ? എത്ര തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്? Cu2+ അയോണുകളുടെ കോൺസെൻട്രേഷൻ കുറയുന്നത് കാരണം, Cu2+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് കാരണമാണ് ബ്ലൂ കളർ മാറുന്നത്. കാരണം കോപ്പർ സൾഫേറ്റിന് നീല നിറം കൊടുക്കുന്നത് Cu2+ അയോൺസ് ആണ്. ഈ Cu2+ അയോൺസ് എന്ത് പറ്റും? ഈ സർഫസിൽ വന്നിട്ട് ഈ പറയുന്ന 2 ഇലക്ട്രോൺസ് അല്ലെ, സിങ്ക് ഓക്സിഡൈസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണുമായിട്ട് കോപ്പർ റെഡ്യൂസ് ആയിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ Cu2+ൻ്റെ അളവ് കുറയുന്നു, സോ മാറും. സിമ്പിൾ ചോദ്യം, സിമ്പിൾ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പോവാം. The relationship between the volume and the temperature of a fixed mass of gas at constant pressure is illustrated. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആരുമായിട്ടാണ്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് തന്നിട്ടുള്ളത്. എന്താണ് റിലേഷൻ? വിച്ച് ഗ്യാസ് ലോ ഇസ് റെപ്രസെൻറ്റഡ്? സിമ്പിൾ ചോദ്യം അല്ലേ? ഏതാണ്? ചാൾസ് ലോ ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ബോയിൽ നിയമവും ചാൾസ് നിയമവും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അടുത്ത ചോദ്യം. ഇഫ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് 150 ലിറ്റർ, അതായത് V1 എന്ന് പറയുന്നത് എത്രയാണ്? 150 ലിറ്റർ ആണ്. ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. അടുത്ത് വോളിയം ഓഫ് ദ ഗ്യാസ് V2 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടെമ്പറേച്ചർ 2 തന്നിട്ടുണ്ട്, എത്രയാണ്? 600 കെൽവിൻ. നമുക്കറിയാം ചാൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം എന്താണ്? ഇങ്ങോട്ട് എഴുതട്ടെ, സ്ഥലം കുറവായതുകൊണ്ട്. V1/T1 = V2/T2. നമുക്ക് വേണ്ടത് V2, അപ്പോൾ V1 അങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ V1/T1 ഇൻറ്റു T2 ആണെന്തെന്ന് പറയുന്നത് V2. ഇങ്ങനെ തിരിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം V2 എന്നല്ലേ? അപ്പോൾ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V1/T1 ഇൻറ്റു എന്താണ്? T2. P1 എത്രയാണ്? 150 ബൈ T1 എത്രയാണ്? 300 ഇൻറ്റു T2 എത്രയാണ്? 600 കെൽവിൻ. ഇല്ല, ഞാൻ 60 എന്നാണ് ഇവിടെ ഇട്ടു. 600 കെൽവിൻ. 0 വെട്ടിപ്പോയി. 3 6 2 150 ഇൻറ്റു 2 300. സോ 300 ലിറ്റർ ആയിരിക്കും നമ്മുടെ പുതിയ വോളിയം V2 എന്ന് പറയും. സോ ഇവിടെ നിന്നും V2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 ലിറ്റർ ആയി. ഓക്കെ, സിമ്പിൾ ചോദ്യം. ഈ ടൈപ്പ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്തിട്ടുള്ള സിമ്പിൾ ടൈപ്പ് ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം ബി പാർട്ട്. 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും
പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആകുമ്പോൾ ഏത് ലോയിലാണത് പഠിച്ചത്? അവഗാഡ്രോയിലാണ് അല്ലേ? കണ്ടെയ്ൻസ് എക്സ് മോളിക്യൂൾസ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അതർ ഗ്യാസ് സാമ്പിൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് അവഗാഡ്രോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നേക്കുന്നത്. അവഗാഡ്രോ എന്താ പറഞ്ഞേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ചോദ്യം എന്താണ്? ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ 5 liters ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ. അപ്പോൾ നോക്കടാ, 10 ലിറ്റർ ഓക്സിജൻ എന്ന് പറയുന്നതിനകത്ത് എക്സ് മോളിക്യൂളുകളാണ് ഉള്ളത്. അവഗാഡ്രോ പറഞ്ഞത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഏത് ഗ്യാസ്, അത് ഓക്സിജനോ ഹൈഡ്രജനോ ഏതോ ആയിക്കോട്ടെ, സെയിം ടെമ്പറേച്ചർ ആണ് പ്രഷർ, സെയിം കണ്ടീഷൻ എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് സെയിം കണ്ടീഷൻ ആണെങ്കിൽ മോളിക്യൂളിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സെയിം കണ്ടീഷനാണ്, 10 ലിറ്റർ അല്ല 5 ലിറ്റർ ഹൈഡ്രജനിൽ എത്ര കാണുമെന്നാണ്. 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് മോളിക്യൂൾസ് ഉണ്ട്. 10 ലിറ്റർ ഹൈഡ്രോജൻ അതേ കണ്ടീഷനിൽ എടുത്താലും എക്സ് മോളിക്യൂൾസ് ഉണ്ടാവണം. ഇവിടെ ചോദിച്ചത് 10 അല്ല 5 ആണെങ്കിൽ എന്തായിരിക്കും? എക്സിൻ്റെ പകുതി, x/2 ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഒന്ന് സംശയം വന്നു കാണോ? ആലോചിച്ചോ. എടാ, ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസസ് അറ്റ് ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹാവ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ 10 ലിറ്റർ ഓക്സിജൻ ഈ പറയുന്ന കണ്ടീഷനിൽ എക്സ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ 5 ലിറ്റർ ഓക്സിജൻ ഈ പറയുന്ന കണ്ടീഷനിൽ എത്ര കാണുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 10 ലിറ്ററിൻ്റെ പകുതിയല്ലേ 5 ലിറ്റർ, അപ്പോൾ എക്സിൻ്റെ പകുതി x/2 കാണും. അടുത്ത്, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് CO2. CO2യും സെയിം കണ്ടീഷനാണ്, പക്ഷേ 3x ആണ്. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? എടാ, എക്സ് എന്ന് പറയുമ്പോൾ 10 ആണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ എത്ര? 10 × 3 30 ലിറ്റർ കാണും. ഇവിടെ 30 ലിറ്റർ CO2 അവിടെ ഉണ്ടാകും. എത്ര ഉണ്ടാകും? 30 ലിറ്റർ CO2 അവിടെ ഉണ്ടാകും. ഓക്കെ, എത്ര ലിറ്റർ CO2 ഉണ്ടാവും? 30 ലിറ്റർ. തിരിച്ചും മറിച്ചും ഒരേ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. സെയിം കണ്ടീഷൻ, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഈക്വൽ വോളിയം ഓഫ് ഓൾ സബ്സ്റ്റൻസ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആദ്യം വോളിയം മാറ്റി തന്നു, 10ന് പകരം ഇവിടെ 5 തന്നു. 10ൽ എക്സ് ആണെങ്കിൽ 5ൽ x/2, അത് ഏത് ഗ്യാസ് എന്നുള്ളത് ബാധകമല്ല. അടുത്ത, എക്സിൽ 10 ആണെങ്കിൽ 3x എത്ര? 10 × 3 30. അതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, സോ ഇങ്ങനത്തെ നല്ല ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 9ാമത്തെ ചോദ്യം, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദ S block elements are lower than that of the P block elements. What is ionization enthalpy? It is the amount of energy required to remove the most loosely bonded electron from an atom. അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതോടെ എഴുതുമ്പോൾ ഒരു മാർക്ക് കിട്ടും. വിച്ച് എലമെൻറ്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? നമുക്കറിയാം, ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും, ഗ്രൂപ്പിൽ റൈറ്റിലോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ സെക്കൻഡ് പീരീഡിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഫ്ലൂറിനാണ്. സോ ഫ്ലൂറിനായിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ, 10ാമത്തെ ചോദ്യം, ഇൻകംപ്ലീറ്റ് ഇക്വേഷൻസ് റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഓർ ആർ ഗിവൺ. സിങ്ക് ഓറിൻ്റെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ തന്നിട്ടുണ്ട്. ZnCO3 പ്ലസ് ഹീറ്റ് ഗീവ്സ് ഡാഷ് പ്ലസ് CO2. നമുക്കറിയാം, ഓക്സിജൻ ഉള്ള ആളാണ്, അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ മാറ്റും. ഇവിടെ റോസ്റ്റിംഗ് ആണ് അല്ലേ, ഇവിടെ കാൽസിനേഷൻ ആണ് നടക്കുന്നത്. ഫോം ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? സിങ്ക് ഓക്സൈഡ് ആയിരിക്കും. ഇവിടെ സിങ്ക് സൾഫൈഡ് ആണ്, ഓക്സിജൻ ഇല്ല, അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് ചൂടാക്കും. അതാണ് എന്ത്? റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ കിട്ടുന്നത് എന്ത് തന്നെയാണ്? സിങ്ക് ഓക്സൈഡ് തന്നെ. അപ്പോൾ എക്സും വൈയും എന്ത് തന്നെയാണ്? സിങ്ക് ഓക്സൈഡ് തന്നെയാണ്. ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ, രണ്ടും സിങ്ക് ഓക്സൈഡ്. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? അപ്പോൾ ചോദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ലെങ്കിലും ബി പാർട്ട് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഓക്സിജൻ നമ്മൾ ചൂടാക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന എന്താണ്? നമ്മൾ ഈ പറയുന്ന ഓറിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കും, ഓറിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ ഓക്സിജൻ വെച്ച് ചൂടാക്കും. അതങ്ങനെ ബേസിക്കലി ഓർത്ത് വെച്ചാൽ കിട്ടും. സിമ്പിൾ ചോദ്യം, ഉത്തരം കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ മെയിൻ ചെയിൻ? സിമ്പിൾ ചോദ്യം അല്ലേ. നമുക്ക് നോക്കി മെയിൻ ചെയിനിൽ എത്രയുണ്ട്? 1 2 3 4 5 6. ഇങ്ങനെ എടുത്താലോ 1 2 3 4 5 6. അപ്പോൾ എങ്ങനെ എടുത്താലും എത്ര എണ്ണം തന്നെ കാണും? 6 എണ്ണം കാണും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്? അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇതാണ് ബ്രാഞ്ച്. അപ്പം ഈതൈൽ അല്ലേ, എന്താണ്? ഈതയിലാണ് ഇവിടെ ഉള്ള ഈ പറയുന്ന ആളുടെ പേര് അല്ലേ. 2 എണ്ണം ഉള്ളതുകൊണ്ട് ഇതിന് ഈതൈൽ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, സോൾട്ട് ബ്രിഡ്ജ്.
അപ്പോൾ 3 എലമെൻറ്റുകളും അവരുടെ സൊല്യൂഷനും തന്നിട്ടുണ്ട്. ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദം? എത്ര എണ്ണമായിരിക്കും? 3 എണ്ണമായിരിക്കും അല്ലേ? എത്ര ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം? 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അല്ലേ? സിങ്കും കോപ്പറും ചേർത്ത് 1, സിങ്കും മെഗ്നീഷ്യവും ചേർന്ന് 1, അടുത്തെന്താണ്? ഈ മെഗ്നീഷ്യവും കോപ്പറും ചേർത്ത് 1 കൂടി ചേർത്ത് 3 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ആലോചിച്ച് നോക്കി, ഇവനും ചേർന്ന് 1, ഇവനും ചേർന്നുണ്ട്, ഇവനും ചേർന്ന് 1, അപ്പോൾ 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? ഏറ്റവും മുകളിലുള്ളത് മെഗ്നീഷ്യം, അത് കഴിഞ്ഞിട്ട് സിങ്ക്. അപ്പോൾ നമുക്കറിയാം മെഗ്നീഷ്യം സിങ്കിനായിരിക്കും ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉള്ളത്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ച കാര്യങ്ങൾ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ഒക്കറിങ് എസ് ദ ആനോഡ് ഓഫ് ദ സെല്ല് വിത്ത് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. അപ്പോൾ നമുക്കറിയാമല്ലോ മെഗ്നീഷ്യം ആണ് ഏറ്റവും റിയാക്റ്റീവ്, മെഗ്നീഷ്യം സൾഫേറ്റ് നിൽക്കും. തൊട്ട് താഴെ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് നിൽക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് ടെർമിനൽ ഓക്സിഡേഷൻ നടക്കും. മെഗ്നീഷ്യം ഓക്സിഡൈസ് ചെയ്യും, എന്തായിട്ട് മാറും? Mg2+ ആയിട്ട് മാറും അല്ലെ? Mg2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ക്ലോറാൽക്കലി പ്രോസസ്. ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് വിച്ച് ഈസ് ഇലക്ട്രോലൈസ്ഡ്. ഏതാണ്? NaCl ആണ് അല്ലേ? NaCl ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോലൈസ്ഡ് ആവുന്നത്. വിച്ച് സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ അറ്റ് ദ കാഥോഡ് ഓഫ് ദ മെംബ്രെയിൻ സെൽ? റിഡക്ഷൻ നടക്കുന്ന വലതുവശത്താണ് അല്ലെ? ഏതാണ്? വാട്ടർ ആണ് അവിടെ റെഡ്യൂസ് ആവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇൻ അഡീഷൻ ടു സോഡിയം ഹൈഡ്രോക്സൈഡ്? ക്ലോറിനും കിട്ടും, അതുപോലെ തന്നെ ഹൈഡ്രോജനും കിട്ടും. എളുപ്പമുള്ള ചോദ്യം അല്ലേ? അടുത്ത ചോദ്യം. ദ ഗ്യാസ് CO2 ആൻഡ് SO2 ആർ കെപ്റ്റ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദെയർ വോളിയം ഈസ് 112 ലിറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP? 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 22.4 ലിറ്റേഴ്സ് കാണും. അത് അല്ലാതെ ചോദിച്ചാലും പറയാൻ പറ്റും. അടുത്ത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്? 112 ലിറ്റർ CO2ൻ്റെ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ 112 ലിറ്റർ CO2 എത്ര മോൾസ് ഉണ്ടെന്നാണ്. എത്ര മോൾസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം മോൾസ് കണ്ടുപിടിക്കണം. ഗിവൺ മാസ് എത്രയാണ്? 112 ബൈ മോളിക്കുലർ മാസ് എത്രയാണ്? CO2ൻ്റെ 44. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും പറ്റൂല, ലിറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് മാറ്റി പിടിക്കണം. അപ്പോൾ ഗിവൺ ലിറ്റർ എന്ന് പറയുന്നത് 112 ബൈ എന്താണ്? 22.4 ആണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? എത്രയാണ് ചെയ്യാനുള്ളത്? 22.4 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ 112 ബൈ 22.4 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 5 എന്ന് കിട്ടും. 5 മോൾസ് ആണ് അവിടെ ഉള്ളത്. ഇനി മോൾസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഗിവൺ മാസ് കിട്ടും അല്ലേ? ഇക്വേഷൻ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ മാസ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ്. അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം അല്ലെ? നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാം, അതുപോലെ നമുക്ക് എന്തറിയാം? ഈ പറയുന്ന മോളിക്കുലാർ മാസും അറിയാം. ഗിവൺ മാസാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? വാട്ട് ഈസ് ദ മാസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എവിടുന്ന് കിട്ടി? 5 ആണെന്ന്. ഈ 5ൻ്റെ മോളിക്കുലാർ മാസമായിട്ടുള്ള 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 44 നമുക്ക് 220 എന്ന് കിട്ടും. സോ 220 ഗ്രാം ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എത്രയാണ്? 220 ഗ്രാം. സോ അടുത്ത ചോദ്യം പറയുന്നത് എന്താണ്? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? SO2ൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ്. എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ മോൾ എത്ര? 5. മോൾ എത്ര? 5. മോളിന് അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ മോൾ 5 എങ്ങനെ കിട്ടിയെന്ന് നോക്കടാ. രണ്ടും ഇരിക്കുന്ന ഒരേ STPയിലല്ലേ? അപ്പോൾ മോൾസ് സെയിം അല്ലേ? അപ്പോൾ 5ന് എന്ത് ചെയ്താൽ മതി? 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും മോളിക്യൂൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് ബി പാർട്ട്. എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP ഈസ് ഗിവൺ ബിലോ. CH4 + 2CO2 gives CO2 + 2H2O. ചോദ്യം എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് മീതെയിൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ? അപ്പോൾ ഇവിടെ നമുക്കറിയാം, നോക്കടാ, 1 മോള് മീതെയിൻ 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മോൾ മീതെയിൻ 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നതെങ്കിൽ 10 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ മീതെയിൻ വേണം? 10/2 5 എന്ന് വരും. സോ 5 ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. 5 മോൾ. അടുത്ത, കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2 ഒബ്റ്റെയിൻഡ് ഇഫ് 64 ഗ്രാം ഓഫ് മീതെയിൻ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 64 ഗ്രാം ഓഫ് CO2 കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകാൻ
എത്ര അല്ലെ മാസ് ഓഫ് വോളിയം ഓഫ് CO2 ഒബ്റ്റൈൻഡ്. അതായത് നമ്മളിവിടെ 64 ഗ്രാം മീഥെയിനെ നമ്മൾ കത്തിക്കുമ്പോൾ എത്ര CO2 ഉണ്ടാകുന്നു, അതിൻ്റെ വോളിയവും മാസം കണ്ടുപിടിക്കാനാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഇവിടെ എന്തറിയാം നോക്കടാ, 1 മോള് മീഥെയിൻ റിയാക്ട് ചെയ്യുമ്പോൾ 1 മോള് CO2 ആണ് ഉണ്ടാകുന്നത്. 64 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം CH4 എത്ര 16. അപ്പോൾ ഈ പറഞ്ഞ 64 ഗ്രാം എന്ന് വെച്ചാൽ 64/16 എത്രയാണ്, 64/16 ചെയ്യുമ്പോൾ നമുക്ക് 4 വരുമോ, 64/14 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 64/16 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരും, 16, 20, 32, 4 അല്ലേ. അപ്പം 4 മോള് ഈ പറയുന്ന മീഥെയിൻ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര മോള് കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. 1 മോളിന് 1 ആണെങ്കിൽ 4 മോളിനും എത്ര കിട്ടും, 4 മോള് CO2 കിട്ടും. 4 മോള് CO2വിൻ്റെ മാസ് എത്ര എന്ന് കണ്ടുപിടിക്കാനായിട്ട് 4 × 44 ചെയ്താൽ പോരെ. 4 × 44 ചെയ്യുമ്പോഴത്തേക്കും 16 അല്ലേ, 16 പിന്നെ എത്ര 17, 176 ഗ്രാം എന്ന് എത്ര കിട്ടും, 176 ഗ്രാം എന്ന് കിട്ടൂലേ, കിട്ടും. അപ്പോൾ മാസ് 176 ഗ്രാം. മാസ് 176 ഗ്രാം ആണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. വോളിയം കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്കറിയാം 1 മോളിൻ്റെ 22.4 ആണെങ്കിൽ 4 മോളിൻ്റെ എത്രയായിരിക്കും, 4 × 22.4. അപ്പോൾ 4 × 22.4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഏതാണ്ട് വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് 89.6 എന്ന് കിട്ടും. എത്ര കിട്ടും, 89.6 എന്ന് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ലോജിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ലോജിക്ക് വെച്ച് ചെയ്തേക്കും. നമുക്ക് 1 മാർക്കിൻ്റെ 2 മാർക്ക്, ഇത് എത്ര 2 മാർക്കിൻ്റെ ചോദ്യമാണ്, ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് വെച്ചും ചെയ്യാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിയോ, ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, മീഥെയിൻ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും ഉണ്ടാകും. 1 മീഥെയിൻ 2 ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിൽ 10 മോളാണെങ്കിൽ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 ആണെങ്കിൽ എത്ര, ഇത് 10 ആയാൽ ഇത് എത്രയാകും, അതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ 10ൻ്റെ പകുതി എത്ര, 5 മോള് മതി. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്, CO2വിൻ്റെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോൾ 64 ഗ്രാം മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകുമ്പോൾ എത്ര CO2വും മാസും വോളിയവും ഉണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം 64 ഗ്രാം മീഥെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, അത് 4 മോള് മീഥെയിൻ ഈക്വലാണ്. 1 മോള് മീഥെയിൻ കത്തിയാൽ 1 മോള് CO2 ഉണ്ടാവുമെങ്കിൽ 4 മോള് മീഥെയിൻ കത്തിയാൽ 4 മോൾ CO2 ആണ് ഉണ്ടാവുന്നത്. 4 മോൾ CO2വിൻ്റെ മാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 4നെ ഈ പറയുന്ന ഗിവൺ അതിൻ്റെ മോളിക്കുലർ മാസമായിട്ടുള്ള 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 176 ഗ്രാം എന്ന് കിട്ടും. അടുത്ത് അതിനെ വോളിയം ആക്കാനായിട്ട് നമുക്കറിയാം, ഓക്കെ, ഇത് STP എന്ന് പറയുന്നുണ്ട് അല്ലേ, ഇവിടെ എന്ത് പറയുന്നുണ്ട്, STP എന്ന് പറയുന്നുണ്ട്. ഏതൊരു ഗ്യാസും STPയിലാവുമ്പോൾ 22.2 ലിറ്റർ 22.4 ലിറ്ററാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 4 × 22. ഇവിടെ 4 മോളല്ലേ ഉള്ളത്, അപ്പോൾ 4 × 22 ചെയ്താൽ മതി, 89.6 എന്ന് കിട്ടും. സോ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ശരി, ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എത്തനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റിംഗ് ഡൈല്യൂട്ടഡ് molasses with yeast. The enzyme invertase in the yeast convert sugar solution into glucose and fructose. Then another enzyme cymase convert glucose into fructose and ethanol. Write the chemical equation of this reaction. Chemical equation ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ എന്താണ്, ഇപ്പോൾ ഇങ്ങോട്ട് എഴുതാം അല്ലേ, ഇത് ഞാൻ മാച്ചിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവശ്യമുള്ളവർ അതിന് മുമ്പുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എൻ്റെ ആൻസർ കീ ഉണ്ടല്ലോ, അപ്പോൾ ഉത്തരം നമുക്ക് പറഞ്ഞു തന്നാൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ ആദ്യം നമുക്ക് എന്താണ്, C12H22O11 ആണ്. ഇത് വെള്ളവുമായിട്ട് ചേരുന്നു. ആദ്യം നമ്മൾ ആക്ട് ചെയ്യുന്ന ആരാണ്, ഇൻവെർട്ടൈസ് ആണ്. എന്തായിട്ട് മാറും, C6H12O6 C6H12O6 ആയിട്ട് മാറും, രണ്ടെണ്ണമായിട്ട് കിട്ടും. ഈ പറയുന്ന C6H12O6 എന്ത് ചെയ്യും, നമ്മുടെ സൈമേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, C2H5OH അതുപോലെ തന്നെ ഈ പറയുന്ന CO2 കിട്ടുന്നത്. ഇതാണ് റിയാക്ഷൻ. ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു 2 ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം, പിന്നെ വേറെ ഇല്ല, ഇത്ര തന്നെ അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് പവർ ആൽക്കഹോൾ അല്ലേ, 80% പെട്രോളും 20% ആൽക്കഹോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പവർ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 16ാമത്തെ ചോദ്യം, അലുമിനിയം ഈസ് മാനുഫാക്ചർഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന ഇൻ അഡീഷൻ ടു ക്രയോലൈറ്റ്. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലുമിനിയം? അലുമിന എന്തിനാണ്
ഒന്ന് റെഡ്യൂസ് ദ ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ എന്താണ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. വിച്ച് അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ അലുമിനിയം? അലുമിനിയം ഏതൊക്കെ അയോൺ ഉണ്ട്? Al3+ ഉണ്ട്, O2- ഉണ്ട്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അല്ലേ, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന റിഡക്ഷൻ എന്താണ്? ഈ പറയുന്ന Al3+ 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് അലൂമിനിയമായിട്ട് മാറുന്നതാണ് അവിടെ നടക്കുന്ന റിഡക്ഷൻ. നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചതാണ്. ഓക്കെ, അടുത്ത് ഓർ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹാമറ്റൈറ്റ് യൂസിങ് ദ ബ്ലാസ്റ്റ് ഫർണസ്. വിച്ച് കോമ്പൗണ്ട് ആക്ട് as the reducing agent in the blast furnace? കാർബൺ മോണോക്സൈഡ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. CaCO3 ഹീറ്റുമായിട്ട് ഫോം ചെയ്യുമ്പോൾ എന്താവും? CaO ആയിട്ട് മാറും. ഈ CaO SiO2 ആകുമ്പോൾ CaSiO3 ആയിട്ട് മാറും. എയുടെ ഫംഗ്ഷൻ എന്താണ്? എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. അല്ലേ, കാൽഷ്യം ഓക്സൈഡ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്ന റിയാക്ഷൻ. ഓരോന്നും വരച്ച് പറഞ്ഞ് പഠിപ്പിച്ച് തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കാണാതെ പഠിച്ച് വെച്ചോളണം. വേണം മറന്നുപോയിട്ടുള്ളവർ എഴുതി പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു ഓപ്ഷനായിട്ട് ഉള്ളൂ. ദ ആറ്റം ഓഫ് എൻ എലമെൻറ്റ് A and B ഹാവിങ് 3 ഷെൽ, അതായത് N ഈസ് ഈക്വൽ ടു എന്താണ്? 3. സിമ്പിൾസ് ആർ നോട്ട് റിയൽ. A ബിലോങ് ടു ഗ്രൂപ്പ് 13, B ബിലോങ് ടു ഗ്രൂപ്പ് 16. റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് A. എഴുതാൻ പറ്റും. ഏതാണ്? 1s2, 2s2, 2p6, 3s2, 3p 13 ആയതുകൊണ്ട് 3p1 ആയിരിക്കും വരുന്നത്. അല്ലേ, ഏതായി വരുന്നത്? 3p1. കാരണം നിങ്ങൾക്കറിയാം പി ബ്ലോക്ക് തുടങ്ങുന്നത് തന്നെ 13ാമത്തെ ഗ്രൂപ്പിൽ നിന്നാണ്. അല്ലെ, 13 അപ്പോൾ 3pയിൽ 1 കാണുള്ളൂ. അതായത് 14 ആണെങ്കിൽ 3p2 കാണും. അത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. വിച്ച് ബ്ലോക്ക് ഡു ദീസ് എലമെൻറ്റ് ബിലോങ് ടു? ലാസ്റ്റ് വരുന്ന പി ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? അപ്പോൾ നമുക്കറിയാം ക്ലോറൈഡ് കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും -1 ആണ്. അപ്പോൾ -1 വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന ക്ലോറൈഡ് കോമ്പൗണ്ടുകളായിട്ട് ഗ്രൂപ്പ് 13-ലുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ അവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ട് നമുക്കറിയാം ഇവർക്ക് അവസാനമുള്ള ഈ 3 പേരാണ്. ഇവരാണ് ഇതിപ്പോൾ ഈ പറയുന്ന 3 കൂട്ടണമെങ്കിൽ ഇനി എത്ര വേണം? ഈ 3 പോകുന്നതല്ലേ നല്ലത്? ആലോചിക്കുക, ഈ 3 പോകുന്നതല്ലേ നല്ലത്? അപ്പോൾ 3 പോകണമെങ്കിൽ ഇവിടെ 3 വേണ്ടേ? അപ്പോൾ ഇവർ 3 പോകണമെങ്കിൽ ഇവിടുത്തെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? +3 ആയിരിക്കും. അല്ലേ, കാരണം ഇവർ 3 പേരും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഏതാണ്ട് ഈ പറഞ്ഞ ബേസ് കോൺഫിഗറേഷനോട്ട് എത്താനായിട്ട് പറ്റും. സോ ഇവിടെ നോർമലി എക്സിബിറ്റ് ചെയ്യുന്നത് +3 ആണ്. +1 ചില കേസുകളിൽ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇവിടെ ഈ പറയുന്ന ഔട്ടറിലുള്ള ഇവർ 3 പേരും അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന 2,8 അല്ലെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനോട്ട് എത്താനായിട്ട് പറ്റും. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ ചോദ്യം. 1 molecule of an organic compound contain 4 carbon atoms, 10 hydrogen atoms and 1 oxygen atom. The functional group is hydroxyl group. What is the structural formula of the compound? അല്ലെ, സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കാർബൺ ഉണ്ട്? 4. 1 2 3 4. ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എന്തുണ്ടാകും? ഒരു OH ഉണ്ടാകും. അപ്പോൾ ഒരു H പോയി. അല്ലേ, ഇനി എത്രയുണ്ട്? ഇവിടെയും വേണം, ഇവിടെയും വേണം, ഇവിടെയും വേണം, ഇവിടെയും വേണം. ഈ പറയുന്ന ഇടത്ത് എന്തായാലും പോയി. അപ്പോൾ ഇവിടെ എന്തായാലും 2A വരത്തുള്ളൂ. ഇവിടെയും 2A ഉള്ളൂ, ഇവിടെയും 2A ഉള്ളൂ. അപ്പോൾ 2 4 6 1 7 അല്ലേ, 8 9 10. അപ്പോൾ ഇവിടെ 3. സോ ഇതായിരിക്കും നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അല്ലേ, CH3 മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടനോൾ. അല്ലെ, ബ്യൂട്ടനോൾ ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്? അപ്പോൾ നമുക്കറിയാം OH വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന അടുത്ത് ആരായിരിക്കും? ഈ പറയുന്ന ഈതർ ആയിരിക്കും. അല്ലേ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വരച്ച് നോക്കാം. അപ്പോൾ CH3 ഇവിടെ ഒരു O കൊടുക്കാം. ഇവിടെ ഒരു CH2 വരും. അല്ലെ, 2 അല്ലേ വരും, അത്രേ വരത്തുള്ളൂ. CH2 എന്താണ്? CH3. ഓക്കെ, CH3 1 2 4 3 3 6 7 8 9 10 ഒരു ഓക്സിജൻ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാനിത് ഒരുപാട് ചോദ്യപേപ്പർ ചെയ്ത് പറഞ്ഞു തന്ന കാര്യമാണ്. അത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലർ ഫോർമുല. അതിപ്പോൾ ഈ OH മാറ്റി നിങ്ങൾ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പൊസിഷൻ ഐസോമർ എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറും. ഇവിടെ നടുക്ക് വന്നിട്ട് ഈ പറഞ്ഞ ഹൈഡ്രജൻ ഇപ്പുറത്തോട്ട് പോകും. അത്രയേ ഉള്ളൂ, അതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എൻ ഐസോമർ വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് വിത്ത് ഡിഫറൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഇവൻ്റെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. CH3 CH2 O CH2 CH3. ഓക്കെ അല്ലേ, എന്താണ് ഐസോമറിൻ്റെ ഇവൻ്റെ ഐസോമർ ആണല്ലോ ഇതെന്ന് പറയുന്നത്. ഈ ഐസോമറിൻ്റെ ഓക്സിജൻ്റെ 2 വശത്തും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഇരുവശത്തും വ്യത്യസ്തമായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വരണം.
വ്യത്യസ്തമായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് നേരത്തെ വന്നിട്ട് മാറി വന്നു. ഇനി ഇങ്ങോട്ടും അങ്ങോട്ടും മാറ്റി വെച്ചാലും നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, റൈറ്റ് സ്ട്രക്ചർ ഫോർമുല ഓഫ് ആൻ ഐസോമർ വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് വിത്ത് ഡിഫറൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ. ഇത് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, എന്താ ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള വരുന്നതാണ്. ഓക്സിജൻ ഇപ്പുറത്ത് മാറ്റിയിട്ടാലും കിട്ടും. ഓക്കെ, അടുത്ത് അത് IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് Pent1YNE. Pent1YNE ആണ്. ഓക്കെ, ഇത് ആൻസർ നിങ്ങൾക്ക് PDF-നോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആൻസർ ഇങ്ങനെ ജസ്റ്റ് റഫായിട്ട് എഴുതി പോകുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ഓഫ് ടു വിച്ച് ഇറ്റ് ഈസ് ബിലോങ്? YNE എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതാണ് വരുന്ന ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്, ആൽക്കൈൻ ആണ് അല്ലേ. YNE-ലാണ് ഇത് വരുന്നത്, കാരണം YNE ഉണ്ടല്ലോ, ട്രിപ്പിൾ ബോണ്ട് അല്ലേ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. പെൻറ്റ് ആണ്, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. ഒന്നാമത്തേതിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ബാക്കി എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദി സെയിം മോളിക്കുലർ ഫോർമുല. പൊസിഷൻ ഐസോമർ മാറണം, അതായത് CH3 ഇവിടെ മാറിയിട്ട് ട്രിപ്പിൾ ബോണ്ട് ആയി കഴിഞ്ഞാലും മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അടുത്ത ഒന്നും കൂടി മാറ്റി കഴിഞ്ഞാൽ ഒരു പൊസിഷൻ ഐസോമർ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ, അടുത്ത റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ചെയിൻ ഐസോമർ ഓഫ് എൻ ആൽക്കെയിൻ കണ്ടെയ്നിങ് 5 കാർബൺ ആറ്റം വിത്ത് 1 ബ്രാഞ്ച് ആൻഡ് വിത്ത് 2 ബ്രാഞ്ച്. അതായത് ഇതിൻ്റെ ഒരു ചെയിൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ, ഇതുമായിട്ട് ബന്ധമില്ല അല്ലേ, ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ചെയിൻ ഐസോമർ ഓഫ് എ ആൽക്കെയിൻ. ആൽക്കെയിൻ, അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ല, ആൽക്കെയിൻ ഗ്രൂപ്പാണ്. ഒരു ചെയിൻ 5 കാർബൺ പറഞ്ഞു, 1 2 3 4 5, ഒരു ബ്രാഞ്ച് വരണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് വേണം, ഇതൊരു ചെയിൻ. അടുത്ത 2 ചെയിൻ വേണം, 1 2 3 4 5. ഇവിടെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ മറ്റൊരു ചെയിനായി കിട്ടത്തില്ലേ. ബാക്കി ഇവിടെ ഹൈഡ്രജൻ എഴുതി ചേർക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചെയിൻ ഐസോമർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുമ്പോൾ കെമിസ്ട്രി ചോദ്യ പേപ്പർ കഴിയുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈസി അല്ല, കെമിസ്ട്രി അത്യാവശ്യം ടഫായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. സോ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ മാക്സിമം റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അടുത്ത ചോദ്യ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.